ഹായ് ഹലോ. റവ വീട്ടിലുണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് തന്നെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം കേട്ടോ. അതിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു 3 പീസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ആവി കയറ്റുന്ന അപ്പച്ചെമ്പിലോട്ട് വെച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണ് കട്ട് ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് പഴമൊക്കെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചില പഴം ഒരു 3 മിനിറ്റൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും. ചിലതൊക്കെ 2 മിനിറ്റ് കൊണ്ടങ്ങ് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ഉടച്ചെടുക്കാനുള്ള ഒരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. ഗീ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഇനി അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് നമ്മളെ തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും ചേർക്കാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കളറൊക്കെ മാറിയ ഈ ഒരു പാകത്തിനാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് നമ്മളെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് ഇങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് റവ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് റവയുടെ ആ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ അതൊന്ന് മാറി കിട്ടണം. നമ്മളെ റവയുടെ ആ ഒരു മണമൊക്കെ മാറിയിട്ട് നമുക്ക് നമ്മളെ ഈ ഒരു നെയ്യുടെ ആ ഒരു മണം കിട്ടണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്കിതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റവയൊക്കെ ഇളക്കിയെടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നമ്മളെ ഗീയുടെ ആ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഏലക്കായ കേട്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു ഏലക്കായ ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു പിഞ്ച് സാൾട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള നല്ല മധുരം തന്നെ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ പഴത്തിൻ്റെ മധുരവും അത്യാവശ്യം ഉണ്ടാവട്ടെ. ഇനി നല്ല മധുരമൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വെല്ലവും ചേർക്കാം കേട്ടോ. വെല്ലം ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഉപ്പും പഞ്ചസാരയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പഴം നമുക്കിതാ ഉടച്ചെടുക്കാനുള്ള പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കളർ മാറി വന്നാൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു തൊലിക്ക് കളറൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പഴത്തിന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല രീതിക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഉടച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ഉടച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിന് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിത് കഴിക്കുന്ന സമയത്ത് കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടായും. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്തിട്ടുള്ള നമ്മളെ റവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാട്ടോ. ഞാനിപ്പോൾ 3 ടീസ്പൂണോളം തേങ്ങ ചേർക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പ് ഉണ്ടാവും. നമ്മളിപ്പോൾ റവ എടുത്ത ആ 1 കപ്പിലേക്ക് 1/4 കപ്പോളം തേങ്ങ ഉണ്ടാവും കേട്ടോ. തേങ്ങ ചേർക്കുന്നോറും ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഇനി വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 ടീസ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. കാരണം ഇത് കുറച്ച് ചൂടുണ്ടല്ലോ. ആ ഒരു പഴത്തിൻ്റെ ഒക്കെ ചൂടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ ചപ്പാത്തി മാവൊക്കെ കുഴക്കൂലേ ആ ഒരു പാകത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ആ ഒരു പഴത്തിൻ്റെ നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ അടയുടെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കണ്ടേ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതാ കുറച്ച് മാവ് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വെള്ളം ചേർക്കുന്നതാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അലിയിച്ചിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുന്ന കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമ്മൾ പഞ്ചസാര ഇപ്പം ചേർത്തിട്ടുണ്ടല്ലോ ആ ഒരു രീതിക്ക് അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല. വെള്ളം ചേർത്തിട്ട് ചേർക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ മടക്കി വെച്ചിട്ട് നമ്മളിനി അടയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ ആ രീതിക്ക് തന്നെയാട്ടോ ചെയ്യുന്നത്. ഇല ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മൾ 5 മിനിറ്റ് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ റവയൊക്കെ നമ്മൾ ഏകദേശം വറുത്ത് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് മാത്രം മതിയാവട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് ഇതുപോലെ ഇങ്ങനെ ഇലയിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റവ അട റെഡി ആയിട്ട് ഇട്ടിട്ട് നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുത്ത കഠിനക്കാളി നല്ലത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക്